ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അരുണാചലിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ എങ്ങനെയാണെന്നൊക്കെ കാണണ്ടേ. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തൊരു സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഇവിടെ അടുത്തുള്ള സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനെയും കൊണ്ടുവന്നിട്ട് ഒരു പരേഡ് പോലെ നടത്തും. അത് കഴിഞ്ഞിട്ട് പതാകയൊക്കെ ഉയർത്തിയിട്ട് പിന്നെ അവർക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇവിടുത്തെ കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. കൾച്ചറൽ ഡ്രസ്സൊക്കെ ഇട്ട് കൾച്ചറൽ ഡാൻസൊക്കെ ഉണ്ട്. പിന്നെ കുറേ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അരുണാചലിലെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഇല്ല. അതിൻ്റെ ഇപ്പം മേള എങ്ങാണ്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും പിന്നെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊന്നും അത്ര സുഖകരമായിരിക്കത്തില്ല കാണാൻ. എന്ന് വെച്ച് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ സബ്സ്ക്രൈബറും കൂടി വരുമ്പോഴല്ലേ നമുക്കും വീഡിയോ ചെയ്യണം നല്ലതാക്കണം എന്നുള്ള തോന്നലൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അരുണാചലിലെ നല്ല വിശേഷങ്ങളും എല്ലാം അറിയണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.